ഗുഡ് മോർണിംഗ്. ദൈവനാമത്തിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രധാനപ്പെട്ട 4 ഹോർമോൺസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഡോസ് എന്ന് നമുക്ക് ചുരുക്കി വിളിക്കാം. അതിൽ ആദ്യത്തെ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, എൻഡോർഫിൻ, അങ്ങനെ 4 ഹോർമോൺസ് പറഞ്ഞായിരുന്നു. അതിൽ ആദ്യത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഡോപ്പമിനെ കുറിച്ച് കുറച്ചധികം വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു റിവാർഡ് ഹോർമോണെന്നോ അല്ലെങ്കിൽ ഫീൽ ഗുഡ് ഹോർമോൺ എന്നും പറയുന്ന നമ്മുടെ ശരീരത്തിൽ വളരെ സന്തോഷമൊക്കെ തരുന്ന ഒരു ഹോർമോൺ. എല്ലാ ഹോർമോണുകളും സന്തോഷം തരുന്നതാണ്. നല്ല ഡോപ്പമിൻ കുറച്ചധികം സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, സമാധാനമൊക്കെ തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമിൻ അഥവാ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, ആർട്ടിഫിഷ്യലായിട്ടും ഉണ്ടാക്കാൻ പറ്റും. നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന വഴികളാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഫുഡായിട്ട് നല്ല നട്ട്സ്, ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, മുട്ട, പാല്, ഏത്തപ്പഴം, അങ്ങനെയുള്ള ഫുഡ് കാര്യങ്ങൾ, ചോക്ലേറ്റ്, അതൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് നാച്ചുറലായിട്ട് ഇത് ഡോപ്പമിൻ്റെ ഉൽപ്പാദനം നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ക്രമത്തിലധികം ഡോപ്പമിൻ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ദോഷകരമായിട്ട് ബാധിക്കും. അത് നമുക്ക് ഡോപ്പമിൻ റഷ് എന്ന് പറയും. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ പറഞ്ഞല്ലോ, ഈ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചില ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കും. ഡ്രഗ്സ് മീൻസ് ലഹരി അങ്ങനല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചില മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആൻറ്റിസൈക്കോട്ടിക്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചില മരുന്നുകളുടെ പാർശ്വഫലങ്ങളിനകത്ത് പെടുന്നതാണ് ഈ ഡോപ്പമിൻ റഷ് എന്ന് പറയുന്നത്. അത് അമിതമായിട്ട് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉപയോഗം മൂലം ഇതിൽ നിന്ന് ഒരു ഡോപ്പമിൻ ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. അത് ക്രമത്തിലധികം ഒരു ഇൻക്രീസ് വരുമ്പോഴേക്കും എന്താണ് ഉണ്ടാവുക, നമ്മുടെ തലച്ചോറിൽ അത് ഭയങ്കരമായിട്ടും മാറ്റങ്ങൾ വരുത്തും. പ്രശ്നങ്ങളെന്നല്ല, മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ പിന്നീട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ ചെറിയ പ്രശ്നങ്ങൾ പിന്നീട് അത് വലുതായിട്ട് മാറുകയും ചെയ്യും. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ്സിൻ്റെ വേറൊരു പതിപ്പ് ലഹരി വസ്തുക്കൾ തന്നെ. പുകവലി, പിന്നെന്താണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഇല്ലേ, പുകയില ഉൽപ്പന്നങ്ങൾ, പിന്നെ സിന്തറ്റിക്സ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ. ഇന്ത്യയിൽ അറിയാലോ, ഇപ്പോഴത്തെ കാലയളവിൽ അത് അറിയാത്ത ആൾക്കാരും ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡോപ്പമിൻ ഇൻക്രീസ് ആകുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാകുന്നു, ഒരു എനർജറ്റിക് ആയിട്ട് തോന്നുന്നു. ഫുള്ള് ആ ഒരു 24 hours ആ ഒരു ദിവസം നമ്മളുടെ ശരീരത്തിൽ ഭയങ്കര എനർജി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാനും ഉറക്കം ഉണ്ടാവില്ല, ഒരു ക്ഷീണം ഉണ്ടാവില്ല, തളർച്ച കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ ഫുൾ ഓൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും നമുക്ക് ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റാണ് ഞാൻ പറഞ്ഞത്, ഡോപ്പമിൻ റഷ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ദോഷം ചെയ്യും. കാരണം ഇത് ഇറങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ വരുമ്പോൾ ഇത് താഴേക്ക് വരുന്നു. നമ്മുടെ ഈ ലഹരി താഴേക്ക് വരുന്ന സമയത്ത് ഡിപ്രഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ഉറക്കത്തിനെ ഇത് ബാധിക്കും. പിന്നെ ഭയങ്കര ടയേർഡായിരിക്കും, ദാഹം ഉണ്ടാവും. പിന്നെ ഡോപ്പമിൻ കൂടുന്ന സമയത്ത് ശരീരത്തിൽ ഭയങ്കരമായിട്ട് ഒരു ചൂട് അനുഭവപ്പെടും. നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ താപനിലയേക്കാൾ കുറച്ചും കൂടെ അധികമാകും. ഹൃദയമെടുപ്പ് കൂടും. അങ്ങനെ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാതെ മനസ്സിനും അത് വല്ലാതെ മോശമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മസ്തിഷ്കത്തിന്, ബ്രെയിനെ അത് ബാധിച്ച് കഴിയുമ്പോഴാണ് പിന്നീട് നമുക്ക് മാനസികമായിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങുന്നത്. ഉറക്കക്കുറവ് അതിൻ്റെ മെയിൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളെന്താണ്, ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ആർട്ടിഫിഷ്യലായിട്ട് കൂട്ടാൻ നോക്കരുത്. ആർട്ടിഫിഷ്യലായിട്ട് കൂട്ടുന്നത് നല്ലതേ അല്ല. പിന്നെ നമ്മളെന്താ ചെയ്യുക, നാച്ചുറൽ ബേസിൽ നമുക്ക് വ്യായാമം ചെയ്യാം, നല്ല ഫുഡ് കഴിക്കാം. ഈ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ചെറിയ മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ കഴിക്കേണ്ട, ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം. മുട്ട, പാല്, ബദാമില്ലേ, ബദാം, ചെറിയ വേറെ നട്ട്സുകളില്ലേ, വാൾനട്ട്, അങ്ങനെയുള്ള ചെറിയ നട്ട്സുകളൊക്കെ കഴിക്കാം. ഒലീവ്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡില്ലേ, അതൊക്കെ നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്താം. പിന്നെ ശരിയായിട്ടുള്ള ഉറക്കം, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം, ആ ഉറക്കം കൊണ്ട് നമുക്ക് മെലാറ്റോണിൻ ഉണ്ടാകും, അതുപോലെ തന്നെ ഡോപ്പമിനും ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കേണ്ട നിലയിൽ ഡോപ്പമിൻ ശരീരത്തിൽ ഉണ്ടാകുന്നു. അപ്പം ശരിയായ ഉറക്കത്തിലും പിന്നെ സംഗീതം കേൾക്കുക, നല്ല പാട്ടുകൾ, മനസ്സിന് സമാധാനം കൊടുക്കുന്ന നല്ല പാട്ടുകൾ കേട്ടാലും നമുക്ക് മസ്തിഷ്കത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഡോപ്പമിൻ്റെ പ്രവർത്തനം അടിപൊളിയായിട്ട് നടക്കും. ഓക്കെ. പിന്നെ നമ്മളൊരു പുതിയ വസ്ത്രം ധരിച്ചാൽ അല്ലെങ്കിൽ കുറേ നാളിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ ചെറിയൊരു ടാർഗറ്റ്, നമ്മളൊരു കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് പെട്ടെന്ന് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തോന്നും. ഇത് ഡോപ്പമിൻ്റെ ഒരു ഭാഗമാണ്. അന്നേരം നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നതും ഈ ഡോപ്പമിനാണ്. അതുപോലെ പുതുവസ്ത്രം ധരിക്കുമ്പോൾ, ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തരുന്നു അല്ലെങ്കിൽ നമ്മൾ പോയി എടുക്കുന്നു, അപ്പോൾ നമ്മൾ പുതിയ വസ്ത്രം ഇടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തുണ്ടാകുന്നതും ഇതേ ഹോർമോൺ തന്നെ. അത് ഹെൽത്തിയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഹോബീസിൽ എന്തെങ്കിലുമൊക്കെ ഏർപ്പെടുന്നത്, ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, പടം വരയ്ക്കുക, അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ചോക്ലേറ്റ് കഴിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, മധുര പലഹാരങ്ങൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ വേറെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ നാച്ചുറലായിട്ട് ഡോപ്പമിൻ ഇൻക്രീസ് ആവും. അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്താണ് ആർട്ടിഫിഷ്യലായിട്ട് ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യാൻ നോക്കിയേ അരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം ഡോപ്പമിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഞാനത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. പിന്നെ വേറെന്താണ്, ഞാൻ വേറൊരു ടോപ്പിക്ക് എടുക്കാൻ നാളെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാല്ലാ പറ്റിയെങ്കിൽ നാളെ എടുക്കാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സഹിച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.